നിനക്കെന്നോട് മേളിലായിട്ട് 4 ഫോട്ടോ തൊട്ട അടുത്തായിട്ട് ഇവിടെയായിട്ടാണ് മോഹൻലാലിന്റെ കൊട. എപ്പോഴും ആ സിനിമയിൽ മോഹൻലാൽ ഇപ്പൊ ഇതേ ഉള്ളൂ. വയനാട് താമരശ്ശേരി മുത്തശ്ശിയെ രക്ഷിക്കണേ. ഹായ്, വെൽക്കം ടു ഇപ്ര വ്ലോഗ്സ്. ഇപ്ര വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്തുള്ള തമ്പാനൂരാണ്. തമ്പാനൂര് മാഞ്ഞാലിക്കുളത്തിനടുത്ത് മോഹൻലാലിന് അത്രമേൽ പ്രിയപ്പെട്ട ഒരു ലൊക്കേഷനിലെ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. മോഹൻലാലിനും അത്രമേൽ പ്രിയപ്പെട്ടത് എന്ന് പറയുമ്പോൾ മോഹൻലാലിന് ഒരുപാട് അനവധി സംസ്ഥാന ദേശീയ അവാർഡുകൾ മോഹൻലാലിനെ തേടിയെത്തിയിട്ടുണ്ട്. അവസാനമായി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വരെ മോഹൻലാലിനെ തേടിയെത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ എത്ര തന്നെ അവാർഡുകൾ കിട്ടിയാലും ജീവിതത്തിലേക്ക് ആദ്യമായി കിട്ടുന്ന ഒരു അവാർഡ് അത്രമേൽ മധുരിക്കുന്നതായിരിക്കും. അതെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായിരിക്കും. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ അഭിനയ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ഒരു സംസ്ഥാന അവാർഡ് എന്ന് പറയുന്നത് 1986 ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ, അതായത് ബാലഗോപാലന്റെ വീട്ടിലെ കാഴ്ചകളിലേക്കാണ്. അപ്പോൾ 1986 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ശ്രീനിവാസന്റെ തിരക്കഥയിലെത്തിയ ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന ചിത്രത്തിലെ ബാലഗോപാലന്റെ വീട്ടിലെ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിനടുത്ത് തമ്പാനൂർ മാഞ്ഞാലിക്കുളമാണ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലൊക്കേഷൻ കാഴ്ചകളിലേക്ക് പോകാം. ഇന്നേക്ക് 39 വർഷങ്ങൾക്ക് പിന്നിലായി 1986 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന ഈ സ്ഥലമൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ പടിക്കെട്ടും ഇവിടെ ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന ബോർഡ് ഇവിടെയായിട്ടാണ് വെച്ചിരുന്നത്. ഇവിടെ ടി.പി. ബാലഗോപാലൻ എം.എ. ഇന്ന് ഔട്ട് എന്നും പറഞ്ഞ് ബോർഡ് വെച്ചിരുന്നത് ഇവിടെയാണ്. ഈ കെട്ടിടത്തിന്റെ ഈ സൈഡിൽ അന്ന് ചെറിയ വിള്ളലൊക്കെ ഉണ്ട്. ഇത് സിമെന്റ് പൂശി അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ടിപ്പുറയായിട്ടാണ് ടി.പി. ബാലഗോപാലൻ എം.എ. ഇന്ന് ഔട്ട് എന്ന് എഴുതിയിരുന്ന ബോർഡ് വെച്ചിരുന്നത്. ഈ നട, ഈ സ്റ്റെപ്പുകളുള്ള ഈ ഇവിടം മോഹൻലാല് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു പത്രത്തിന്റെ ആളാണെന്ന് തോന്നുന്നു ബില്ല് വന്നു കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു രംഗം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ബില്ല് മേടിച്ചിട്ട് മോഹൻലാല് ആ പുള്ളി അങ്ങ് പോകുന്ന രംഗമൊക്കെ ഇവിടെയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്പുകൾ നേരെ മുകളിലേക്ക് കയറി ബാലഗോപാലന്റെ പേരെഴുതിയിരിക്കുന്ന ആ നെയിം ബോർഡുകളും കടന്ന് ഈ വാതിൽ കിടന്ന് കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ടി.പി. ബാലഗോപാലന്റെ വീട്. 39 വർഷങ്ങൾക്ക് ശേഷവും ആ വീട് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഈ വീടിന്റെ മുന്നിലായി ഒരുപാട് സീനുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലൊരു സീൻ എന്ന് പറയുന്നത് ബാലഗോപാലന്റെ ശമ്പള ദിവസം പാലുകാരനും വിറകുകാരനും പൈസ കൊടുക്കാനുള്ള എല്ലാവരും ബില്ലുമായി വീടിന് മുന്നിലെത്തുന്ന രംഗമാണ്. ആ രംഗമൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ മുറ്റത്താണ്. എല്ലാവരുടെയും ബില്ല് മേടിച്ചിട്ട് വൈകുന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കുന്ന ആ സീനുകളൊക്കെ ഈ വീട്ടുമുറ്റത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വൈകുന്നേരം മറക്കണ്ട. അതിലെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതാണ് ആ വീടിൻ്റെ വാതിൽ കടന്ന് നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഈ കാണുന്നതാണ് മോഹൻലാലിൻ്റെ മുറിയായിട്ട് ആ ചിത്രത്തിൽ അന്ന് കാണിച്ചിരുന്നത്. ഈ മുറിയിൽ ഈ ജനലിനോട് ചേർന്നാണ് മോഹൻലാലിന്റെ കട്ടിൽ ഇട്ടിരുന്നത്. സീന് ഈ മുറിയിലെ ആ രംഗം തുടങ്ങുമ്പോൾ തന്നെ മോഹൻലാൽ ആ കട്ടിലിൽ ഉറങ്ങുന്നതായിട്ടാണ്. അപ്പൊ അലാറം അടിക്കുമ്പോഴത്തേക്ക് വലതുവശത്തായിട്ട് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ അലാറം അടിക്കുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്തിട്ട് മോഹൻലാൽ എഴുന്നേറ്റിരുന്നിട്ട്
നേരെ ഭിത്തിയിൽ ഇതായി കാണുന്ന ഭിത്തിയിൽ 4 ഫോട്ടോകൾ ദൈവങ്ങളുടെ, മുരുകനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, സരസ്വതി ദേവിയുണ്ട്, അയ്യപ്പനുണ്ട്. അവരുടെ 4 പേരുടെയും ഫോട്ടോയുണ്ട്. അതിനുശേഷം തൊട്ടടുത്തായിട്ട് തന്നെ മോഹൻലാലിന്റെ ഒരു കൊട, ആ സിനിമയിൽ മിക്കപ്പോഴും മോഹൻലാൽ ആ കൊടയുമായിട്ട് കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. കൊട അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് ഈ ജനലിനോട് ചേർന്ന് തന്നെ ഒരു കലണ്ടർ, ഓരോ ദിവസത്തെയും ഡേറ്റുകൾ, പേജുകൾ കീറിക്കളയാവുന്ന ഒരു കലണ്ടറുണ്ട്. ആ കലണ്ടറും അവിടെയാണ് തൂക്കി ഇട്ടിരുന്നത്. അതിനുശേഷം മോഹൻലാൽ എഴുന്നേറ്റ ശേഷം പുറത്തേക്ക് പോയിട്ട് ഇതിലെ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് ഇവിടുന്ന് പത്രം എടുക്കും. ഈ വാതിൽ തുറന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടുന്ന് പത്രം എടുക്കും. പത്രം എടുത്തിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് കട്ടിലേ ഇരുന്നിട്ട് ലോട്ടറി ടിക്കറ്റ്, മോഹൻലാൽ ഈ സിനിമയിൽ മെയിൻ ആയിട്ടും ലോട്ടറി എപ്പോഴും എടുക്കുന്ന രംഗങ്ങളാണ്. ലോട്ടറി ഹരിയാന ആണെന്ന് തോന്നുന്നു. ഹരിയാനയുടെ ലോട്ടറി അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. പക്ഷെ ഒന്നുപോലും അടിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്ക് ദൈവങ്ങളോട് പരാതിയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പേഴ്സൊക്കെ എടുത്തിട്ട് അതിൽ നിന്നൊരു കോയിൻ, മണിപ്പേഴ്സ് അല്ലേ, ഒന്നും ഇല്ലാതിരിക്കണ്ടെന്ന് വെച്ച് ഇട്ടതാണെന്നും പറഞ്ഞ് ഒരു കോയിനൊക്കെ അതിനകത്തും താഴേക്ക് പോകുന്ന രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ മുറിയിലാണ്. അപ്പോഴത്തേക്ക് മോഹൻലാലിന്റെ പെങ്ങള് വരികയും പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, ശമ്പള ദിവസമായിരുന്നു, അപ്പൊ പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് മോഹൻലാല് പയ്യെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന രംഗങ്ങളൊക്കെ ഈ മുറിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തില് മോഹൻലാലിന്റെ മുറിയായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ മുറിയാണ്. അടുത്തൊരു സീനിൽ മോഹൻലാലിന്റെ പെങ്ങളായ KPC ലളിതയുടെ കൊച്ചിനെ എണ്ണ തേപ്പിക്കാൻ വേണ്ടിയിട്ട് KPC ലളിത ഇതിലിങ്ങനെ ഓടിച്ചുകൊണ്ട് വരികയും ആ കൊച്ചിന്റെ തലയിൽ എണ്ണയൊക്കെ വെക്കുന്നതും, അപ്പൊ കളർ പെൻസിൽ ഇല്ലാതെ പോകില്ല എന്നൊക്കെ ആ കൊച്ചു പറയുന്നതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ഇവിടെ വെച്ചാണ്. ഇത് ആ മറ്റേ രണ്ടാമത്തെ കുട്ടിയപ്പം ഈ മുറിക്കകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനുശേഷം അത് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അതിനൊരു നായ്ക്കുട്ടിയെ വേണം, അതിന്റെ കളിപ്പാട്ടം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന രംഗങ്ങൾ, ഇന്ന് മാമന് ശമ്പളം കിട്ടുന്ന ദിവസമാണ്, മേടിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇന്ന് മാമന് ശമ്പളം കിട്ടുന്ന ദിവസം. അതെ, ബാലഗോപാലന് മാസം. എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത ഒരു സീനിൽ അവരുടെ മുത്തശ്ശി ബാലഗോപാലിന് മാസപ്പടി കിട്ടുന്നത് ഇന്നല്ലേ എന്ന് പറഞ്ഞു വരുന്ന ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്ന ഇവിടെയാണ്. അവനൊരു ജോലി കിട്ടിയാൽ പഴയടത്തമ്പലത്തിൽ 10 കുറ്റി വെളിച്ചെണ്ണ കൊടുക്കാമെന്ന് നേർന്നത് ഞാനാണെന്ന് പറയുകയും നിങ്ങൾക്കൊന്നും ഒട്ടും ഈശ്വര വിശ്വാസം ഇല്ല എന്നൊക്കെ പറയുന്ന സീനുകൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അടുത്തൊരു രംഗത്തില് മോഹൻലാൽ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിലെ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് KPC ലളിതയുടെ 2 കുട്ടികളും ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് മോഹൻലാൽ ജോലി കഴിഞ്ഞിട്ട് ഇവിടുന്ന് കയറി ഇങ്ങോട്ട് വരും. കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ 2 പേരും ഈ മാമൻ വന്നു ചാടി എഴുന്നേൽക്കുമ്പോൾ മോഹൻലാൽ അവർക്ക് കളർ പെൻസിലും ഒരു പാവയും കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് KPC ലളിത വന്നിട്ട് എന്തിനാ ബാല ഇതിനൊക്കെ പൈസ കളയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സാരമില്ലെന്നോ അങ്ങനെന്തോ പറഞ്ഞിട്ട് മോഹൻലാൽ അവരുടെ റൂമിലേക്ക് കയറി പോകുമ്പോഴത്തേക്ക് KPC ലളിത ആ കുട്ടികളോട് ശകാരിക്കുന്ന രീതിയിൽ മാമന്റെ പൈസയെല്ലാം ഇങ്ങനെ കളയുന്നു എന്ന രീതിയിൽ ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. ഈ വീട്ടിലെ അടുക്കളയായിട്ട് കാണിച്ചിരുന്ന ഇവിടെയാണ്. സുരേഷ് ഗോപി പെണ്ണ് കാണാൻ വരുമ്പോഴത്തേക്ക് മുത്തശ്ശിയും KPC ലളിതയും അവിടെ നിൽക്കുകയും മോഹൻലാലിന്റെ രണ്ടാമത്തെ പെങ്ങള് KPC ലളിത പതുക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ചായ കൊടുക്കുന്ന രംഗം ഇവിടെ നിന്നാണ്. ആ രംഗം ചിത്രീകരിക്കുന്നത് ഇവിടെ വെച്ചാണ്, ഈ അടുക്കളയുടെ ഈ ഭാഗത്ത് വെച്ചാണ്. സുരേഷ് ഗോപി മോഹൻലാലിന്റെ പെണ്ണ് കാണാൻ വരുന്ന ആ സീനില് ഇവിടുന്ന് നമ്മുടെ മോഹൻലാലിന്റെ പെങ്ങള് കയ്യിൽ ട്രേയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മണിയമ്പിള്ള രാജു ഇവിടെയായിട്ടാണ് ഇരിക്കുന്നത്. സുരേഷ് ഗോപിയും അച്ഛനാണ് കൂടെയുള്ളയാളും ഇവിടെയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ മോഹൻലാലിന്റെ കഥാപാത്രം ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടേക്ക് അതിനുശേഷം
മോഹൻലാൽ അകത്തേക്ക് കയറി വന്നിട്ട് വേറെ സാരി ഒന്നും ഇല്ലായിരുന്നോ കൊടുക്കാനെന്നൊക്കെ ചോദിച്ചിട്ട് ഇരിക്കുമ്പം അപ്പോൾ കെപ്പിസിലുള്ളത് പറയും, ഞാൻ പറഞ്ഞ അവൾ കേൾക്കില്ല എന്നൊക്കെ പറയുകയും അവരങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മണിയമ്പിള്ള രാജു അകത്തേക്ക് കയറി വന്നിട്ട് 10 പവനും 10,000 രൂപയും വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് നിശബ്ദമാവും. അപ്പോഴത്തേക്ക് മോഹൻലാൽ തൻ്റെ സ്ഥലമൊക്കെ വിൽക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെങ്ങൾ പറയും, എനിക്ക് അഭിപ്രായം പറയാനോ അവസരം ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ്. മലയാളിയെ ചിരിപ്പിച്ച കുതിരവട്ടം പപ്പുവിന്റെ വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ്, മുത്തശ്ശിയേ എന്നുള്ള വിളി, താമരശ്ശേരി ആ രംഗങ്ങളൊക്കെ ലാസ്റ്റ് ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 10:30 ഫുള്ളായിട്ട് ആളെ കുത്തിച്ചിരിക്കുന്നുണ്ട്. ഗോമതി ഒറ്റ വരവാണ്. കളിപ്പിച്ചിട്ട് കുഞ്ഞിക്കണ്ടായിരുന്നു ഒറ്റ ചവിട്ട് ഒറ്റ ഒടിക്കും. ഒറ്റ വിളിയാണ്, മുത്തശ്ശിയേ രക്ഷിക്കണേ. സത്യനന്ദിക്കാട് കട്ടു പറയുവാൻ പോലും മറന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളെ നനയിച്ച മോഹൻലാലിന്റെ ഈ അഭിനയ പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണിത്. നിന്റെ കല്യാണം ഇങ്ങനെയൊന്നല്ല. മഞ്ഞലിക്കുളത്തുള്ള ഈ വീടിന്റെ ഉടമസ്ഥൻ അന്നത്തെ ചിത്രീകരണ വിശേഷങ്ങൾ നമ്മളുമായിട്ടിപ്പോൾ പങ്കുവെക്കും. സാറിന്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഡോക്ടർ ഗോപകുമാർ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിൽ ആണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടർ. അവിടെ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ BSc കുറച്ചു കാലം മെഡിക്കൽ കൺസൾട്ടൻ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ റിസർവ് ബാങ്കിൻ്റെ മെഡിക്കൽ കൺസൾട്ടൻ്റ്. ജഗദീഷ് ചേട്ടൻ്റെ, സിനിമാ നടൻ ജഗദീഷ് ചേട്ടൻ്റെ സ്വന്തം ചേട്ടനാണ്. ഫുൾ നെയിം PV ഗോപകുമാർ എൻ്റെ പേര്. മറ്റേ ജഗദീഷ് ചേട്ടൻ PV എല്ലാം PV എന്ന് പറഞ്ഞാൽ അന്ന് അച്ഛൻ്റെ അമ്മാവൻ്റെയും പേരാണ് വയ്ക്കുന്നത്. പരമേശ്വരൻ നായർ അച്ഛൻ, വാസുദേവൻ നായർ അമ്മാവൻ. TP ബാലഗോപാലൻ എന്ന ചിത്രം ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് ഷൂട്ടിംഗ് വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് ഇത് എൻ്റെ വൈഫിൻ്റെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയാണ്. ഈ കോമ്പൗണ്ടിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു 2-3 ഇതുപോലെ ഓടിട്ട വീടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കേസ് ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു കേസ് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ബ്രദറിലായി. എൻ്റെ ബ്രദറിലെ അന്ന് കെൽട്രോണിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഞങ്ങൾ കേസ് പറഞ്ഞപ്പോൾ അന്ന് ഡിമോളിഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ കൊടുക്കണമായിരുന്നു. അങ്ങനെ അന്നൊരു ലോഡ്ജിൻ്റെ പ്ലാനാണ് നമ്മൾ കൊടുത്ത് അപ്രൂവലായി കേസ് ജയിച്ചു. അപ്പോൾ എന്തെങ്കിലും കെട്ടിയേ പറ്റുമെന്നുള്ളപ്പോൾ നമ്മൾ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രദറിലായിക്ക് ഒരു ആഗ്രഹം, ഒരു ലോഡ്ജ് മാത്രം പോരാ, ഹോട്ടലാക്കി. അങ്ങനെ പുള്ളിയുടെ ആഗ്രഹപ്രകാരമാണ് അത് റെസ്റ്റോറൻറ്റും കൂടെ തുടങ്ങി ഹോട്ടൽ അമ്മു ഇത് ട്രിവാൻഡ്രത്ത് തമ്പാനൂരുള്ള ഹോട്ടൽ മാഞ്ഞാലക്കുളം. ഇപ്പൊ അത് നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഈ ചിത്രം വരാനുണ്ടായ സാഹചര്യം, TP ബാലഗോപാലൻ എന്ന ചിത്രം ഇവിടേക്ക് ഞങ്ങൾ 85-ലാണ് ഈ ഹോട്ടൽ തുടങ്ങുന്നത്. അന്ന് 24 ഡബിൾ റൂം, ഒരു സിംഗിൾ റൂം വെച്ചുള്ള ഹോട്ടൽ, താഴെ റെസ്റ്റോറൻറ്റ്, ഗ്രൗണ്ട് ഫ്ലോർ. അപ്പോൾ അന്നത്തെ ഫസ്റ്റ് AC റെസ്റ്റോറൻ്റാണ് ഈ റോഡിൽ ഞാൻ പോയി. ബാലഗോപാലൻ സാറ് വന്ന് ഞാനൊരു പടം എടുക്കാൻ പോകണം. പക്ഷെ എൻ്റെ ക്രൂ ഇതിന്റെ നിർമ്മാതാവാണ് അല്ലേ? TK ബാലചന്ദ്രൻ. മഞ്ജൂർ മാധവൻ നായർ എന്ന് പറഞ്ഞ പഴയ ഒരു നടനുണ്ടായിരുന്നു. അനിയനാണ് മഞ്ജൂർ മാധവൻ നായർ, പുള്ളിയുടെ അനിയനാണ്. TK ബാലചന്ദ്രൻ പണ്ട് സുബ്രഹ്മണ്യത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നടനും കൂടിയാണ്. നടനാണ്. പണ്ടത്തെ എല്ലാ പഴയ മലയാള സിനിമകളിലും നോക്കിയാൽ നായർ പിടിച്ച ഉളിവാല ഇങ്ങനെയൊക്കെയുള്ള പഴയ സിനിമകൾ കാണാം. നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ. അപ്പൊ പുള്ളി സിനിമ പ്രൊഡ്യൂസറായപ്പോ അന്ന് നമ്മളങ്ങനെ സിനിമാക്കാർക്ക് ഒരു ക്രൂ മുഴുക്ക എല്ലാ റൂമും അവർക്ക് കൊടുത്തു. പക്ഷെ അന്ന് നടൻ മോഹൻലാലാണ് നായകൻ. മോഹൻലാൽ ഇവിടെയല്ല താമസിച്ചത്. ബാക്കി പിന്നെ അവർക്ക് ഫുഡ് റൂമിലും കൊടുക്കണം, ഷൂട്ടിംഗ് ലൊക്കേഷനിലും. ഈ വീട് ഷൂട്ടിങ്ങിന് കൊടുക്കുമ്പോഴത്തേക്ക് ലോഡ്ജ് കൂടി ഉള്ളതുകൊണ്ട് അവിടെ താമസിക്കാൻ, ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അവിടെ താമസിക്കാനുള്ള അത് മാത്രമല്ല, അങ്ങനെ ഇവിടെയാണ് പ്രിഫർ ചെയ്തത്. 25 റൂം നമ്മളെ ഒരു ഇതാണല്ലോ. അന്ന് അടൂർ ഭവാനി അവരൊക്കെ എല്ലാ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും ഇവിടുത്തെ ലോഡ്ജിൽ തന്നെയാണ്. മോഹൻലാൽ. ശരി. ഓക്കെ. അപ്പൊ അവർക്ക് ഫുഡ് സൈറ്റിലും നമ്മൾ കൊടുക്കണം. അത് നമ്മുടെ ആദ്യത്തെ അനുഭവമായിരുന്നു. 10-100 പേർക്ക് ഫുഡ് റെസ്റ്റോറന്റിൽ നിന്ന് എത്തിക്കാന്നുള്ളത്. അവരെ വാൻ വന്ന് കൊണ്ടുപോകും, പക്ഷെ അത്രയും പേർക്ക് ഉണ്ടാക്കണമായിരുന്നു.
അങ്ങനെ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ഇവിടെ. പിന്നെ അപ്പാണ് ഈ വീട് ആ. കുറെ കാണിക്കുന്നത്. അതിന് ഞങ്ങള് വൈറ്റ് അല്ല ആദ്യം താമസിക്കാൻ വേണ്ടിയിട്ടാണ്, വീട് ലൊക്കേഷൻ ആയിട്ടല്ല വന്നേ. വീട് ലൊക്കേഷൻ ആദ്യം താമസിക്കാനാണ് താമസിക്കാനാണ്. അങ്ങനെ ഈ വീടുകൂടെ കാണുക. വീട് കാണുകയും വീടിന്റെ ഇങ്ങനെ ഈ മോഹൻലാലിന്റെ വീടായിട്ട് ആ പുറകിലത്തെ വീട് സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ആ വീടിന്റെ പണ്ടേ ആ വീടിന്റെ പേര് വൈറ്റ് ഹൗസ് എന്നായിരുന്നു. വൈറ്റ് ഹൗസ് വൈറ്റ് ഹൗസ് എന്നാണ് പേരിട്ടിരുന്നത്. അത് ശരി. അങ്ങനെയാണ് ഇത് വരുന്നത്. ഏകദേശം എത്ര ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു? ഷൂട്ടിംഗ് ഒരു എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ സംബന്ധിച്ചുള്ള അവരെല്ലാം കൂടെ ഒരു ഒരാഴ്ച ഇവിടെ താമസിക്കും. ഒരാഴ്ച താമസിച്ചു. ഒരാഴ്ച അപ്പൊ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നായിരിക്കും അല്ലേ? ഓ ശരി ശരി. അതിനകത്ത് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ആദ്യമായിട്ട് ഒരു ചെറിയ സീനില് ഉണ്ടെന്ന്. സുരേഷ് ഗോപി അന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അവന്റെ ഇഗ്നീസ് വരുന്നത് കുറെ ദിവസം ഇവിടെ വന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് വലിയ സ്റ്റാർ ഒന്നുമല്ല സുരേഷ് ഗോപി. അഭിനേതാവല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ ദിവസം ഇവിടെ ഉണ്ട് ഷൂട്ടിങ്ങിന്റെ സമയത്ത് സുരേഷ് ഗോപി സമയത്തൊക്കെ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ബാലേന്ദ്രനെ കാണാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഒരു ഫ്രണ്ടിന്റെ വെള്ളയമ്പലത്തുള്ള എലങ്കം നഗറിൽ ഉള്ള ഒരു വീടായിരുന്നു ശോഭനയുടെ വീടായിട്ടിരുന്നു. അത് പൊളിച്ചു. ഇപ്പൊ ആ ശോഭനയുടെ വീട് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇല്ല. അത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ വെള്ളയമ്പലത്തല്ലേ? വെള്ളയമ്പലത്ത് എലങ്കം നഗറില്. ഓ അപ്പൊ അത് എനിക്കറിയാം. ഇവർ അവിടെ പോയി ഷൂട്ട് ചെയ്തു. അത് സാറിന്റെ കെയർ ഓഫ് വല്ലോ ആണോ അവിടത്തേക്ക്? അല്ല, കെയർ ഓഫിലല്ല, പക്ഷെ എന്റെ പരിചയക്കാരന്റെ ഒരാളുടെ. ഓ ശരി. ശോഭനയുടെ വീട് ഇത്, മോഹൻലാലിന്റെ വീടായിട്ട്. ഡോക്ടർ ആയതുകൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ അല്ലെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആ സമയത്ത് വല്ലതും ഒക്കെ? അവിടെ അന്ന് മോഹൻലാലിന്റെ സഹോദരിയായിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതിനന്ന് ഇവിടെ കഥയില് അവിടെ ഇവിടെ തെറ്റി തലയൊക്കെ മുഴച്ച് ഫസ്റ്റ് എയ്ഡ് പോലെ ഞാൻ പോയി ട്രീറ്റ് ചെയ്ത് അവിടെ വെച്ച് തന്നെ പോയി. മണിയമ്പിള്ള രാജു ഒക്കെ മണിയമ്പിള്ള രാജുവിനെ അവരെ വളരെ ബഡ്ഡിങ് ആർട്ടിസ്റ്റ് തുടക്കമാണല്ലോ അല്ലെ? ജഗദീഷ് പോലും സിനിമയിൽ വന്നിട്ടില്ല. ജഗദീഷ് എന്ന സിനിമയിൽ ഇല്ല. ഈ പടം ഷൂട്ടിംഗ് നടക്കുമ്പോൾ ജഗദീഷ് ഇല്ല. സിനിമയിലില്ല. അന്ന് പഠിപ്പിക്കുമായിരിക്കും. പക്ഷേ മൈഡിയർ കുട്ടിച്ചേട്ടനുണ്ട്. അപ്പൊ ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജഗദീഷ് ആണല്ലേ? ഓ ശരി ശരി ശരി. ഓക്കെ. അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആ സിനിമയുടെ എന്തെങ്കിലും അന്നത്തെ ഓർക്കാനായിട്ട് മോഹൻലാലുമായിട്ട് നേരിട്ട് സംസാരിക്കുകയൊക്കെ? ഇല്ല, മോഹൻലാലിനെ പുള്ളി എന്റെ ബ്രദറിനെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് ആ സമയത്ത് വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയാൽ മതി. അന്ന് ഈ പടം ഇത്ര ഹിറ്റ് ആവുമെന്ന് നമ്മൾ വിചാരിച്ചു. ഇത് യാദർശികമായിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഇത്ര ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നില്ല. പുള്ളിക്ക് ബാലേന്ദ്രനും ടി കെ ബാലേന്ദ്രനും പോലും അങ്ങനെ വലിയ പ്രതീക്ഷയില്ല. ഇല്ല, ഈ പടം വലിയ വിജയിക്കുമെന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു പടം എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ? പടം വരില്ല എന്നുണ്ടായിരുന്നു. എന്നാലും ആ കെട്ടിടം ഒരു വലിയൊരു സിനിമയുടെ മലയാളത്തിലെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന അതിലോട്ടം പപ്പുന്റെ ഒക്കെ സീനുകളും ഒക്കെ എല്ലാം മുകളിൽ പടിയേറി സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് ലോഡ്ജിലെ ഹോട്ടലിലെ ഒരു മാനേജർ മധു എന്ന് പറഞ്ഞ പത്രത്തിന്റെ ഇത് പൈസ കൊടുക്കുന്നത് അത് ഇവിടുത്തെ നമ്മുടെ മാനേജറായിരുന്നു. ആ പത്രത്തിന്റെ പൈസ കൊണ്ടുപോയി കൊടുക്കുന്നത്. ആ സ്റ്റെപ്പ് കയറി പോയിട്ട് മോഹൻലാൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അത് തുറന്നാലും ജോലിയൊക്കെ ആയിട്ട് പോകുന്നു അല്ലേ? വളരെ സന്തോഷം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന്. വളരെ സന്തോഷം. ഇപ്പോൾ TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിലെ ബാലഗോപാലന്റെ വീട്ടിലെ കാഴ്ചകൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. വീണ്ടും ഒരു പഴയകാല ചിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിലെത്താമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടവാങ്ങട്ടെ.